BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം, M5 ലൈവിലേക്ക് സ്വാഗതം. കേരള വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങൾക്ക് കേരള ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണം എന്ന നിർദ്ദേശം സുപ്രീം കോടതിയും അംഗീകരിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ ഇപ്പോഴത്തെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഉത്തരവുണ്ടായത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജാണ് വഖഫ് ബോർഡിന്റെ പുനഃസംഘടന നിയമാനുസൃതമായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് UDF-ഉം LDF-ഉം തമ്മിലുള്ള കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ഈ കേസ് മാറുകയും ചെയ്തു. നയപരമോ പ്രധാനപ്പെട്ടതോ ആയ തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം സുപ്രീം കോടതി ശരിവെച്ചു. ഹൈക്കോടതി നിർദ്ദേശം നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സർക്കാർ ജോയിന്റ് സെക്രട്ടറി ബോർഡിന്റെ മേൽനോട്ടം വഹിക്കുമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. എന്നാൽ വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിക്ക് ബോർഡ് അംഗമായി തുടരാമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസിൽ എല്ലാവരുടെയും ഭാഗം കേട്ട് ഉടൻ തന്നെ തീർപ്പ് കൽപ്പിക്കാൻ സുപ്രീം കോടതി ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ബോർഡ് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു മേൽനോട്ടം ആവശ്യമില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് പറഞ്ഞു. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ നയപരമായതോ പ്രധാനപ്പെട്ടതോ ആയ തീരുമാനങ്ങൾ എടുക്കരുതെന്നും മൂലധന ചെലവുകൾ ഉണ്ടാക്കരുതെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിധി. 4 പൊതുതാൽപര്യ ഹർജികളാണ് ഷോൺ ജോർജിൻ്റെതടക്കം വഖഫ് വിഷയത്തിൽ ഹൈക്കോടതിയിൽ എത്തിയത്. ബോർഡ് അംഗമായി മുൻ MLA-യും CPM നേതാവുമായ കുഞ്ഞാമത് കുട്ടി മാസ്റ്ററെ ഉൾപ്പെടുത്തിയതിന് സ്റ്റാലിൻ ദേവനും ഷിയ വിഭാഗത്തിൽപ്പെട്ട അംഗത്തെ ഉൾപ്പെടുത്താത്തതിന് ഫോർട്ട് കൊച്ചി സ്വദേശിയായ സാജിദ് ഹുസൈൻ ഖദായിയും ചോദ്യം ചെയ്തു. അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് നൽകിയ ഹർജിയിൽ കേന്ദ്ര നിയമം അനുസരിച്ച് അമുസ്ലിം അംഗങ്ങൾ ബോർഡിൽ ഇല്ലാത്തതും തർക്കവിഷയമായ മുനമ്പത്ത് 404 ഏക്കർ ഭൂമി വഖഫ് സ്വത്തുക്കളുടെ വിവരശേഖരണ പോർട്ടലായ ഉമീദിൽ ഉൾപ്പെടുത്തിയതിനെയും ചോദ്യം ചെയ്തിരുന്നു. വഖഫ് വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറിക്ക് പകരം ചട്ടവിരുദ്ധമായി നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയെ അംഗമായി ബോർഡിൽ ഉൾപ്പെടുത്തിയതും ഹർജിക്കാർ ചോദ്യം ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാർ നിയമത്തിൽ വരുത്തിയ ഭേദഗതിയിലെ 14-ാം വകുപ്പ് അനുസരിച്ച് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് റവന്യൂ വകുപ്പ് അണ്ടർ സെക്രട്ടറി സത്യവാങ്മൂലത്തിൽ കോടതിയെ അറിയിച്ചു. ഭേദഗതി ചെയ്ത വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആയതിനാലാണ് 2 അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ കഴിയാതെ പോയതെന്ന് ബോർഡിന്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ അത്തരം വിഷയങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. 2 അമുസ്ലിം അംഗങ്ങളെയും ഷിയ അംഗത്തെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം കണക്കിലെടുക്കുമ്പോൾ നിലവിലെ ബോർഡിന്റെ രൂപീകരണം നിയമാനുസൃതമല്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിനിടെയാണ് വഖഫ് ബോർഡ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയത്. ഇതിനിടെ കേന്ദ്ര നിയമം നടപ്പിലാക്കാമെന്ന സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഇടതുപക്ഷവും ശ്രമിച്ചു. BJP സർക്കാരിന് കീഴടങ്ങലാണ് സത്യവാങ്മൂലം എന്നായിരുന്നു അവരുടെ ആരോപണം. എന്നാൽ ഇത് സംബന്ധിച്ച തീരുമാനം നേരത്തെ തന്നെ പിണറായി സർക്കാരിന്റെ കാലത്ത് എടുത്തിരുന്നു എന്ന് രേഖകൾ UDF പുറത്തിട്ടതോടെ വിഷയത്തിൽ ഇരുമുന്നണികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി. സുപ്രീം കോടതി ഉത്തരവോടെ നിയമം അനുസരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന നില വന്നത് ഇക്കാര്യത്തിൽ ഇനിയും രാഷ്ട്രീയ സംഘർഷത്തിന്റെ സാധ്യത ഇല്ലാതാക്കിയെന്നാണ് സൂചന. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.